ഇനി നമ്മൾ പോകുന്നത് ആറ്റുകാലിലേക്ക്. ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2:30 നിവേദ്യം. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിട്ടുള്ളത്. സ്മിത ഹരിദാസ് ക്ഷേത്ര പരിസരത്ത് നിന്ന് തത്സമയം. സ്മിത, നാളെ ഇപ്പോൾ അവധി ദിനം കൂടിയാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ കാണുന്നതിൽ കൂടുതൽ ഭക്തർ അങ്ങോട്ടേക്ക് എത്തുമെന്ന കണക്കുകൂട്ടലിലാണോ ഇത്തവണത്തെ തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ അനുജ, ഈ സാധാരണയിൽ കൂടുതൽ തീർച്ചയായിട്ടും ഭക്തർ എത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട്, ഇന്നലെ നമ്മൾ എത്തിയതാണ്, ഇന്ന് അതിരാവിലെ മുതൽ വലിയ തിരക്കാണ്. അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഏത് രീതിയിലുള്ള തിരക്കുണ്ടാവുമോ, ക്ഷേത്ര ദർശനത്തിനായി ക്യൂ ഒക്കെ നീണ്ട നിരയാണ്, കിലോമീറ്ററുകൾ നീണ്ട നിരയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 4:30 മണി കഴിഞ്ഞ് 5 ആകുന്നു. അപ്പോഴും ഈ തിരക്കുകൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ദേവീ ദർശനത്തിന് എത്തിയവരാണ് ഇവർ അങ്ങനെ ദേവീ ദർശനം നടത്തി അങ്ങനെ തന്നെ തിരിച്ചു പോകാനല്ല സാധാരണ പോലെ. നാളെ പൊങ്കാലയിട്ട് നിവേദിച്ചിട്ട് അത് കഴിഞ്ഞ് മാത്രം തിരിച്ചു പോകാൻ വേണ്ടി വന്നവരാണ്. 2 ദിവസം മുൻപേ വന്നവരുണ്ട്, ഇന്ന് അതിരാവിലെ എത്തിയവരുണ്ട്. ഒരു വശത്ത് നിന്ന് ഇങ്ങനെ ദേവിയെ ദർശിക്കാനുള്ളവരുടെ ക്യൂ, അത് ഒരു വശത്ത് കൂടെ പോകുമ്പോൾ മറുവശത്ത് നല്ല രസകരമായ ചില കാഴ്ചകളും നമ്മൾ കണ്ടു. അപ്പുറത്തെ വശത്തൊക്കെ ഇങ്ങനെ പൊങ്കാലയടുപ്പ് അതിനുള്ള സ്ഥലമൊക്കെ പിടിച്ച് നഗരത്തിൽ പലയിടങ്ങളിലായൊക്കെ തന്നെ ഈ മൈതാനത്തുണ്ട്. അവിടെയൊക്കെ ഈ സ്ഥലം പിടിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും തിരിച്ചു വന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ അവിടെ വിശ്രമിക്കാനിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞത്, ഈ ക്യൂ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ, ഈ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ വീണ്ടും ക്ഷേത്ര ദർശനത്തിന് ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെ കാത്തിരിക്കുന്നവരാണ് അവർ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ തിരക്ക് കണ്ടില്ലേ അനുജ? ഈ തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ഒരുപാട് പാടുപെടുന്നത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ കണ്ടതാണ്. പക്ഷെ വൈകിട്ടായപ്പോഴേക്കും ഈ ചൂടിങ്ങനെ കുറഞ്ഞു വരുന്നത് പോലെ തന്നെ അവരുടെ അത്തരത്തിലുള്ള ഒരു ദേഷ്യവും അല്ലെങ്കിൽ പരാതിയും പരിഭവം ഒക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സമാധാനത്തോടെ വളരെ ക്ഷമയോടെ ദേവിയെ കണ്ട് തൊഴുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. കൂട്ടത്തോടെ വരും. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഇന്ന് രാത്രിയാണ് ഉണ്ടാവുക. അതായത് സ്ത്രീകൾ ഇങ്ങനെ കൂട്ടത്തോടെ നഗരത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ച. ദീപാലങ്കാരങ്ങളാൽ വളരെ മനോഹരമായിരിക്കും ക്ഷേത്രവും തിരുവനന്തപുരം നഗരം മുഴുവനും. അവിടെ ഇങ്ങനെ ഒരൊറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാം. അവിടെയൊക്കെ ആയിട്ട് കലാപരിപാടികളൊക്കെ അരങ്ങേറും. അപ്പൊ അതൊക്കെ കാണുക. കുറച്ച് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഇങ്ങനെ കലങ്ങൾ വാങ്ങുന്നവർ, പുതുകലങ്ങൾ വാങ്ങുന്നവർ, നാളികേരം വാങ്ങാൻ എത്തുന്നവർ, അരിയും നാളികേരവും നെയ്യും അങ്ങനെ അതിന് നാളത്തേക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ, കൂടെ കൊണ്ടുവന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ചില കാഴ്ചകളും നമുക്ക് ഇന്ന് രാത്രി കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വൈകിട്ടായപ്പോഴേക്കും തന്നെ വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന ആ പേരിന്, ആ വിശേഷണത്തിന് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള കാഴ്ച ഇതിൽ നിന്ന് കാണാം. ഭൂരിപക്ഷവും സ്ത്രീ ഭക്തജനങ്ങൾ തന്നെയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ പുരുഷന്മാരും ഒരുപാട് പേരെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അനുജ. നാളെയാണ് പൊങ്കാല. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് സ്മിത ഹരിദാസ് നൽകിയത്. ഇന്ന് സംഭവിച്ചു.